നമുക്കൊരു ഹെൽത്തി ദോശയെക്കുറിച്ച് പറയാമേ രാവിലെ. ഇതാണെങ്കിൽ ഇതിനകത്ത് ഓട്സ് പൊടിച്ചിട്ടുണ്ട്, പിന്നെ നമ്മുടെ ഹെൽത്തി മിക്സുണ്ട്, കുറേ ഇത് ചേർത്തതാണ്. പിന്നെ ആ മിക്സുണ്ട്, ഗോതമ്പ് പൊടിയുണ്ട്. ഇത്രയും സാധനങ്ങളും അതിലേക്ക് ഇച്ചിരി ജീരകം, ചെറിയ ഉള്ളി, ഇതെല്ലാം കൂടി നമ്മൾ ഒന്ന് അരച്ചിട്ട് അതിൻ്റെ മിക്സും ഉണ്ട്, കറിവേപ്പിലയുണ്ട്, കണ്ടില്ലേ ഇടയ്ക്കൊക്കെ കിടക്കുന്നത്. ഇതങ്ങ് അരച്ച് ചേർത്തത് കൊണ്ടാണ് ഇങ്ങനെ നമുക്ക് പുറത്ത് കാണാൻ പറ്റാത്തത്. ഇതാണെങ്കിൽ നമുക്ക് ആർക്കായാലും അസുഖക്കാർക്കൊക്കെ ഒന്നാം തരമാണ്. നമ്മളൊരു ദോശ തിന്നാൽ മതി, ഭയങ്കര ഹെൽത്തിയാണ്. രാവിലെ നമ്മളൊരു ദോശയോ ഗ്രീൻ പീസ് കറിയോ എന്തെങ്കിലും കൂട്ടി ഒരു ദോശ തിന്നു കഴിഞ്ഞാൽ നമുക്ക് വയറും നിറയും. സൂപ്പറാണ്. അപ്പം ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വേണം. നമുക്കിതിനകത്ത് വേണമെങ്കിൽ മുരിങ്ങയില അരച്ച് ചേർക്കാവുന്നതാണ്. ഇടയ്ക്ക് നമ്മളത് പൊട്ടിപ്പോകാതിരിക്കാൻ സ്വല്പം വെളിച്ചെണ്ണ ഒന്ന് സൈഡിൽ ഒഴിച്ച് കൊടുക്കണേ. നമുക്കിതിനകത്ത് മുരിങ്ങയില അരച്ച് ചേർക്കാം. പിന്നെ ഈ ഇലവർഗ്ഗങ്ങൾ എന്തോ വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാവുന്നതാണ്. ഓട്സ് പൊടി ഉള്ളതുകൊണ്ട് നല്ലൊരു ക്രിസ്പി ആയിട്ടിരിക്കുകയും ചെയ്യും ദോശ. നമുക്ക് തിരിച്ചിട്ടുള്ളൂ, കണ്ടു അടിപൊളിയല്ലേ? നല്ല ക്രിസ്പി ആയിട്ടിരിക്കും ദോശ. നമുക്ക് നല്ല ടേസ്റ്റാണ്. ഈ പിന്നെ അരിമാവും പിന്നെ ഉഴുന്നും കൂടെ ഒക്കെ ചേർക്കുമ്പോൾ ചിലർക്ക് ഗ്യാസൊക്കെ ഉണ്ടാവുമേ. അപ്പോൾ ഗ്യാസൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ഒരു സാധനം ഒരു പ്രശ്നമുള്ളതല്ല. ഓട്സിനൊന്നും ആർക്കും വലിയ അലർജിയോ ഗ്യാസോ ഒന്നും ഉള്ളതായിട്ട് കേട്ടിട്ടില്ല. നല്ല ഫൈബറാണ് അതിനകത്ത് മുഴുവൻ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടും നമുക്കിത് നല്ലതാണ്. നമ്മൾ ഹെൽത്തി മിക്സ് ഉണ്ടല്ലോ, അതും കൂടി ഇടുമ്പോഴത്തേന് നമുക്ക് നല്ല പ്രോട്ടീനും എല്ലാം കൂടെ ഒക്കെ അരച്ച് ചേർത്തത്, കപ്പലണ്ടി, അങ്ങനെ പല പല സാധനങ്ങൾ ചേർത്ത പൊടിയാണ് അത്. അപ്പോൾ അതും കൂടി ചെല്ലുമ്പോഴത്തേനും നമുക്ക് ഏറ്റവും നല്ല ഗുണങ്ങൾ കിട്ടും. നമ്മൾ ഒരുപാട് വലിച്ചു വാരി ഒന്നും തിന്നണ്ട. നമ്മൾ വയറൊക്കെ നിറയാതെ, അരവയറ് നിറയണമെന്നാണ് പറയുന്നത്, അരവയറ് വെള്ളം. നമുക്കിത് ചെയ്യപ്പെടും. എല്ലാവർക്കും താങ്ക്സ്.